പാലക്കാടുള്ളവർക്കും പാലക്കാടിനെ തേടി വരുന്ന സഞ്ചാരികൾക്കും ഇഷ്ടപ്പെട്ട ലൊക്കേഷനുകളിലൊന്നാണ് തെക്കേ മലമ്പുഴ. മലമ്പുഴ ഡാമിൻ്റെ ഭംഗിയുള്ള നല്ല കാഴ്ചകളാണ് അതുവഴി യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുക. ഈ തെക്കേ മലമ്പുഴയിലായി റോഡ് അവസാനിക്കുന്ന ഭാഗത്തായി കാടിനും മലനിരകൾക്കുമിടയിലായി ഡാമിൻ്റെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് താമസിക്കാൻ പറ്റിയൊരു റിസോർട്ടുണ്ട്. ഓറിവോ എന്ന പേരുള്ള ആയുർവേദിക് വെൽനസ് ലക്ഷറി റിസോർട്ട്. മലമ്പുഴ ഡാമിൻ്റെ ഭംഗി മതിയാവോളം കണ്ട് ആസ്വദിച്ച് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണത്. ഒരു സ്റ്റേക്കേഷനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരുപാടൊന്നും റിസർച്ച് ചെയ്ത് കഷ്ടപ്പെടേണ്ടി വന്നില്ല. നേരെ തെക്കേ മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ടിലേക്ക് വന്നു. ഇന്ന് രാവിലെയാണ് പാലക്കാട് എത്തിയത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം വീട്ടിൽ റെസ്റ്റ് എടുത്ത് ഏകദേശം ഒരു 12 മണിക്ക് ശേഷം മലമ്പുഴയിലേക്ക് ഇറങ്ങി തിരിച്ചു. 2 മണിക്കാണ് റിസോർട്ടിലെ ചെക്കിംഗ് ടൈം. പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. കാലാവസ്ഥ ഏതും ആയിക്കോട്ടെ, തെക്കേ മലമ്പുഴയിലൂടെയുള്ളൊരു ഡ്രൈവ് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എത്ര വന്നാലും മടുക്കാത്തൊരു സ്ഥലം. വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണത്. ഇന്നൊരു വീക്കെൻഡായ കാരണം വെയിലൊന്നും കാര്യമാക്കാതെ മലമ്പുഴയിലും ടൂറിസ്റ്റുകളുടെ തിരക്കുണ്ട്. തെക്കേ മലമ്പുഴയിലേക്ക് വന്നവർക്കറിയാം, റോപ്പ് വേ എൻട്രൻസിൻ്റെ അടുത്തുകൂടി ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മൾ തെക്കേ മലമ്പുഴയിലേക്ക് പോകേണ്ടത്. അവിടെ റോഡ് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഓറിവോ എന്നൊരു റിസോർട്ടുണ്ട്. അവിടെയാണ് ഇന്നത്തെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് തെക്കേ മലമ്പുഴയിലേക്കുള്ള ഒരു എൻട്രൻസ്. പണ്ട് തൊട്ടേ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ എപ്പോഴും ചെറിയൊരു ബ്രേക്ക് എടുക്കാറുണ്ട്. ഈ കാണുന്ന പാലത്തിലൂടെയൊക്കെ ഒന്ന് നടന്ന് ഡാമിൻ്റെ വ്യൂ ഒന്നും കണ്ട് ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ ഇതുവരെ വന്നിട്ട് കാര്യമില്ല. നേരെ റിസോർട്ടിൽ പോയാൽ ഒരുപാട് നേരത്തെ അവിടെ എത്തും. 2 മണിയാവും റൂം റെഡിയായി കിട്ടാൻ. പണ്ട് പാലക്കാടുകാരും മാത്രം വന്നിരുന്ന ഒരു ലൊക്കേഷനാണിത്. ഈ അടുത്ത കാലത്ത് തെക്കേ മലമ്പുഴ ഭയങ്കര വൈറൽ ലൊക്കേഷനായി മാറി. അതോടുകൂടി നിറയെ ടൂറിസ്റ്റുകൾ ഈ സ്ഥലം അന്വേഷിച്ച് മലമ്പുഴയിലേക്ക് വരാൻ തുടങ്ങി. മലമ്പുഴ ഡാമിൻ്റെ കുറേ നല്ല വ്യൂ പോയിൻറ്റ്സ് ഈ പോകുന്ന വഴിയിലായുണ്ട്. മഴക്കാലത്താണെങ്കിൽ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പോകുന്ന വഴിയിൽ പല ഭാഗങ്ങളിലായി കാണാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി വന്നപ്പോൾ ആ ചായക്കടയിൽ നിർത്തി നല്ല ചൂട് ചായയും ബ്രെഡ് ഓംലെറ്റ് എല്ലാം കഴിച്ചിരുന്നു. വൈകുന്നേരങ്ങളിൽ ഡാമിൻ്റെ വ്യൂവും കണ്ട് അതെല്ലാം കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. ഇങ്ങനെ ഫുഡെല്ലാം കഴിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കഴിച്ചു കഴിഞ്ഞ് വേസ്റ്റ് പേപ്പറുകളെല്ലാം പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യണം. പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം കൊണ്ട് നിറഞ്ഞ ഈ സ്ഥലം കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. ഈ സ്ഥലത്തെ മുഴുവനായും അത് നശിപ്പിക്കും. ഇവിടെ വരുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ നിൽക്കരുത്. അപകടം പിടിച്ചൊരു സ്ഥലം കൂടിയാണത്. ഡ്രൈവ് ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ച് പതുക്കെ വേണം ഇതുവഴി ഡ്രൈവ് ചെയ്യാൻ. കുറേ തിരിവും വളവെല്ലാം ഉള്ള റോഡായ കാരണം കൺട്രോൾ വിട്ടാൽ ചിലപ്പോൾ നേരെ ഡാമിനുള്ളിലേക്കായിരിക്കും പോവുക. ഇവിടെ ഫേമസ് ആയ വ്യൂ പോയിന്റ്സിലെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കില്ലാത്ത ഒരു കടയുടെ അടുത്തായി ചെറിയൊരു ബ്രേക്ക് എടുത്തു. നല്ല വെയിലുണ്ട്. വഴിവക്കിലുള്ള ചെറിയൊരു കടയാണ്. കാന്താരി മുളകിട്ട സോഡ എല്ലാം മിക്സ് ചെയ്ത നല്ല തണുത്ത മോര് ആ കടയിൽ നിന്ന് കുടിച്ചു. വേനൽക്കാലം ആവുന്തോറും ഡാമിൽ വെള്ളം നല്ലോണം കുറയും. വൈകുന്നേരങ്ങളിൽ കാറ്റും കൊണ്ടുവന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. നട്ടുച്ച സമയത്ത് നല്ല ചൂടുമാണ് അവിടെ. കുറച്ചു നേരം അവിടെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി ബ്രേക്കൊന്നും എടുക്കുന്നില്ല. സമയം ഏകദേശം 1 മണി ആവാറായി. ഇനി നേരെ റിസോർട്ടിൽ പോവാം. ഒരുപാട് തവണ ഇതുവഴി വന്നിട്ടുണ്ടെങ്കിലും ആ റിസോർട്ട് അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റേക്കേഷന് വേണ്ടി തപ്പി ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു റിസോർട്ട് അത് നമ്മുടെ മലമ്പുഴയിൽ കാണാനിടയായത്. തെക്കേ മലമ്പുഴ റോഡ് അവസാനിക്കുന്ന ഭാഗത്തായാണ് ഈ റിസോർട്ടുള്ളത്. ഓറിവോ എന്ന പേരുള്ള ആയുർവേദിക് ലക്ഷറി വെൽനസ് റിസോർട്ടാണിത്. ഇവിടെ ഫാമിലീസിനെ മാത്രമേ അലോ ചെയ്യൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആൽക്കഹോൾ, സ്മോക്കിംഗ് ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല. പിന്നെ ആദ്യം തന്നെ പറയാം, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. അവരുടെ വെബ്സൈറ്റിൽ കയറി നമ്പർ കണ്ടുപിടിച്ച് ഡയറക്റ്റായി വിളിച്ച് ബുക്ക് ചെയ്തതാണ്. തേർഡ് പാർട്ടി വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്താൽ നല്ല റേറ്റാണ്. അതുകൊണ്ട് ഏതൊരു സ്റ്റേ ബുക്ക് ചെയ്യുമ്പോഴും ഡയറക്റ്റായി വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. വണ്ടി പാർക്ക് ചെയ്ത് നേരെ അവരുടെ റിസപ്ഷനിലേക്ക് വന്നു. 2 മണിക്കാണ് ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം ആവുന്നേ ഉള്ളൂ. ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് റൂമിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്കും കൂടെ കുറച്ച് പൂക്കളും തന്നു. നമ്മുടെ തൊടികളിലെല്ലാം കണ്ടുവരുന്ന ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ആ മഞ്ഞപ്പൂക്കൾ അത് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അതെന്തായാലും കയ്യിൽ തന്നെ വെച്ചു. ഫുഡ് കഴിച്ചു കഴിയുമ്പോഴേക്കും റൂം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിഷ് കറിയും റൈസും കൂടെ ഒരു പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. ഫിഷ് കറി നല്ല ഗംഭീര ടേസ്റ്റ് ആയിരുന്നു.
ഈ കോമ്പൗണ്ടിനകത്ത് നമ്മളെ കൊണ്ടുപോകാനായി ബഗ്ഗിയുണ്ട്. നടക്കാൻ താല്പര്യമുള്ളവർക്ക് നടക്കാം, അല്ലാത്തവർക്ക് ഇതിൽ കയറി പോവാം. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് മുകളിലേക്ക് നല്ലൊരു കയറ്റം തന്നെയാണ് ഈ റിസോർട്ട്. ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത റൂം. ഇവിടുത്തെ ഡീലക്സ് കാറ്റഗറിയിൽപ്പെട്ട റൂമാണിത്. 3 കാറ്റഗറി റൂംസാണ് ഇവിടെ ഉള്ളത്. ക്ലാസിക് റൂംസ്, ഡീലക്സ് റൂംസ്, പിന്നെ പ്രീമിയം വില്ല. പ്രീമിയം വില്ല ആകെ ഒന്നേ ഉള്ളൂ, അതിന്ന് ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഡീലക്സ് കാറ്റഗറിയിൽ കിട്ടുന്ന ഇവിടുത്തെ റൂം. ഇവിടെ കുറേ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ കണ്ടുവരുന്ന അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഒരു റൂമാണിത്. ബാൽക്കണിയിൽ നിന്നുള്ള ഈ വ്യൂ ആണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസിലൊന്ന്. മഴക്കാലത്ത് വന്നാലായിരിക്കും ഇവിടുത്തെ ഭംഗി നന്നായി മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ ഈ ഭാഗത്ത് വെള്ളം വറ്റിക്കിടക്കുകയാണ്. ഈ റൂമിൽ നിന്ന് ഡാമിൻ്റെ വ്യൂ അധികം കിട്ടുന്നില്ല. പ്രീമിയം വില്ലയിൽ നിന്നാലാണ് ഡാമിൻ്റെ വ്യൂ നന്നായി കാണാൻ കഴിയുക. അതിൻ്റെ റേറ്റും കുറച്ച് കൂടുതലാണ്. മലമ്പുഴയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാരണം ഇവിടെ കറങ്ങാനൊന്നും പോകുന്നില്ല. ഉച്ചയ്ക്ക് കുറച്ചു നേരം കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പോഴേക്കും 5 മണിയായി. ഇനി ഡിന്നർ ആവുന്നവരെ റിസോർട്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് നടക്കാമെന്ന് തീരുമാനിച്ചു. റിസോർട്ടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങാം. ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് മലമ്പുഴ ഡാം നന്നായി കാണുന്നുണ്ട്. എൻട്രൻസിനടുത്തായി വലിയൊരു നാരങ്ങയുടെ മരമുണ്ട്. അതിൽ നിറയെ നാരങ്ങകളും. നമ്മുടെ നാട്ടിലെല്ലാം ഉപ്പിലിട്ട് വെക്കുന്ന നാരങ്ങയാണിത് എന്നാണ് തോന്നുന്നത്. ഇവിടെ ഗേറ്റിനടുത്തായി തന്നെ ഒരു സപ്പോട്ടയുടെ മരമുണ്ട്. പിന്നെ ഈ കോമ്പൗണ്ടിൻ്റെ പല ഭാഗങ്ങളിലായി നെല്ലിക്കയുടെ മരവും കാണാൻ കഴിയുന്നു. അതിലെല്ലാം നിറയെ നെല്ലിക്കകളും ഉണ്ട്. ഇവിടെ ഒരു കടച്ചക്കയുടെ മരമുണ്ട്. അതിൽ നിറയെ കടച്ചക്കകളും. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ അവർ കുറേ പച്ചക്കറികളും ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. റിസോർട്ട് നിൽക്കുന്നത് തന്നെ ഒരു മലയോര പ്രദേശത്താണ്. തൊട്ട് പിറകിലായി വലിയൊരു മലയാണ് കാണാൻ കഴിയുന്നത്. ഗേറ്റിൽ നിന്ന് റൂമിലേക്കുള്ള നടത്തം ശരിക്കും ഒരു മല കയറ്റം തന്നെയാണ്. സൈക്ലിംഗ് ചെയ്യാനായി സൈക്കിൾസ് അവൈലബിൾ ആണ്. പക്ഷേ മുകളിലേക്ക് ചവിട്ടിക്കയറ്റാൻ കുറച്ച് പാടുപെടും. തിരക്കിൽ നിന്നെല്ലാം മാറി ഒന്ന് റിലാക്സ് ചെയ്യാനായി വന്ന ഒരു സ്റ്റേക്കേഷനായ കാരണം പുറത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ബോറടിച്ചെങ്കിലും റിസോർട്ടിനകത്ത് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇതിനകത്ത് തന്നെ കാണാനായി കുറേ കാര്യങ്ങളുണ്ട്. വന്നെത്തിയപ്പോൾ ഇവിടെ നല്ല വെയിലായിരുന്നു. വൈകുന്നേരമായപ്പോൾ വെയിലെല്ലാം മാറി നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ആ കാണുന്നതാണ് ഇവിടുത്തെ പ്രീമിയം വില്ല. ഇവിടുത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റൂം കൂടിയാണത്. ആ വില്ലയുടെ അകത്ത് നിന്ന് തന്നെ ഡാമിൻ്റെ നല്ലൊരു വ്യൂ കാണാൻ കഴിയും. അതിന് തൊട്ടടുത്തായി മലമ്പുഴ ഡാമിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. തൂക്കുപാലവും മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറെല്ലാം. കുറച്ച് മുകളിലേക്ക് കയറി പോകണം അതിനടുത്തെത്താൻ. കുറച്ചുകൂടി മുകളിലേക്ക് കയറി വന്നപ്പോൾ ഇവിടെ ഒരു ഭാഗത്തായി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന ആ പഴയ കാളവണ്ടി ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പണ്ട് രാത്രി സമയങ്ങളിലെല്ലാം വെളിച്ചത്തിന് വേണ്ടി അതിലൊരു റാന്തൽ കത്തിച്ചു വയ്ക്കും. അതും ഈ കാളവണ്ടിയിൽ കാണാൻ കഴിയും. ഏറ്റവും മുകളിലായാണ് ഇവരുടെ പൂളുള്ളത്. അതിനു മുൻപായാണ് ആ മലമ്പുഴ ഡാമിൻ്റെ മിനിയേച്ചർ വരുന്നത്. ഇനി അതുവഴി ഒന്ന് പോയി നോക്കാം. ഇതാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മലമ്പുഴ ഡാമിലെ പ്രശസ്തമായ തൂക്കുപാലം. റിയൽ ഹാങ്ങിങ് ബ്രിഡ്ജ് അല്ല, പക്ഷെ ചെറിയൊരു ഇളക്കമുണ്ട് ഇതുവഴി നടക്കുമ്പോൾ. മഴക്കാലത്ത് മലമുകളിൽ നിന്ന് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളെല്ലാം വരാറുണ്ട്. അങ്ങനെ വരുന്ന വെള്ളച്ചാട്ടം ഇതുവഴിയാണ് ഒഴുകി പോകുന്നത്. ഡാമിൻ്റെ ഷട്ടർ തുറന്ന ആ ഒരു പ്രതീതി മഴക്കാലത്ത് ഇവിടെ കാണാൻ കഴിയും. ഇരുട്ടായി തുടങ്ങി. ചുറ്റും ലൈറ്റുകളെല്ലാം ഇട്ടു. ആ കാണുന്നതാണ് ഇവിടുത്തെ ആംഫി തിയേറ്റർ. രാത്രി അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടാവുമെന്ന് പറയുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ പൂളിനടുത്താണ്. ഡാമിനെയും മലനിരകളെയെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു ഇൻഫിനിറ്റി പൂളാണ് ഇവിടെ ഉള്ളത്. ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ആ പൂൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കാരണം അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാനിപ്പോൾ എടുത്തില്ല. 7 to 7 ആണ് ഇതിൻ്റെ ടൈമിംഗ്. നാളെ രാവിലെ വന്നാൽ ഇവിടെ തിരക്കില്ലാതെ പൂളിൻ്റെ വീഡിയോസ് എല്ലാം എടുക്കാം. ഏകദേശം ഒരു 6:30-6:45 ആകുമ്പോൾ ഇവിടെ നിന്നാൽ സൺറൈസും കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. മലമ്പുഴ ഡാമിൻ്റെ നല്ലൊരു ഏരിയൽ വ്യൂ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇരുട്ടാവുന്നത് വരെ ഇവിടെ പൂളിനടുത്തായി സമയം ചിലവഴിച്ചു. അവിടെ നിന്ന് നേരെ റെസ്റ്റോറൻറ്റിൽ പോയി. ഡിന്നറിന് ഇവിടെ ബുഫേ അവൈലബിൾ ആണ്. അത് ആവശ്യമില്ലാത്തവർക്ക് നോർമലായി ഓർഡർ ചെയ്യാം. ജീര റൈസ്, ദാൽ ഫ്രൈ, ഫിഷ് ഫ്രൈ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. കഴിച്ചു കഴിഞ്ഞ് റൂമിൽ പോയി ഫ്രഷായി അങ്ങ് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റു. ഇതാണ് ഇന്നലെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റാതിരുന്ന ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ. ഇവിടെ നിന്ന് മലമ്പുഴ ഡാം നന്നായി കാണുന്നുണ്ട്.
ചെറിയൊരു മഞ്ഞുണ്ട് രാവിലെ. അത് കാരണം സൺറൈസ് വിചാരിച്ച രീതിയിൽ കാണാൻ കഴിയുന്നില്ല. ചുറ്റും കാടും മലകളെല്ലായ കാരണം രാവിലെ ഇവിടെ നല്ലൊരു ഫീലാണ്. ചെറിയൊരു തണുപ്പുണ്ട്. ശരിക്കും മഴക്കാലത്താണ് ഇവിടെ വരേണ്ടത്. അപ്പോഴായിരിക്കും ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഏറ്റവും നന്നായി ആസ്വദിക്കാൻ കഴിയുക. ഇവിടെ ഒരു ചെടി നിറയെ ഓറഞ്ച് ഉണ്ട്. ഇന്നലെ അവർ റൂമിൽ വെച്ച ഫ്രൂട്ട്സിനും നല്ല മധുരമായിരുന്നു. വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം ഇവരുടെ തന്നെ ഒരു ഫാം ഉണ്ട്. അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ റൂം റെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഞാൻ കൂടുതലും കഴിച്ചത് പുട്ടും ചിക്കൻ കറിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ സ്റ്റേ ഓപ്ഷൻസായി കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്ഥലം കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്ന് ഇവിടെ വരുന്നതിന് മുമ്പായി പലരും പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഇവിടുത്തെ എക്സ്പീരിയൻസിനാണ് കാശ് കൊടുക്കുന്നത്. ഇവിടുത്തെ സർവീസും ഹോസ്പിറ്റാലിറ്റിയും ഫുഡും നീറ്റ്നെസ്സും എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. പാലക്കാട് മലമ്പുഴയിൽ നല്ലൊരു സ്റ്റേ അന്വേഷിച്ച് വരുന്ന ഏതൊരാൾക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണത്. ഇതൊരു ആയുർവേദിക് വെൽനസ് സെൻറ്റർ കൂടിയായ കാരണം ഇവിടെ കുറേ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ആ ഒരു ഭാഗത്തേക്ക് ഞാൻ പോയിരുന്നില്ല. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഇൻഡോർ ഗെയിംസും ആക്ടിവിറ്റീസും അങ്ങനെ പല പല കാര്യങ്ങൾ ഇവിടെയുണ്ട്. എനിക്കെന്തായാലും ഇവിടുത്തെ സ്റ്റേ ഒരുപാട് ഇഷ്ടമായി. ബുക്ക് ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റായി ഇവരെ വിളിച്ച് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ വെബ്സൈറ്റിനകത്ത് കോൺടാക്റ്റ് നമ്പർ ഉണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.